ഹായ്, വെൽക്കം ടു ഫെമീസ് കിച്ചൺ. ഇന്ന് വളരെ പെട്ടെന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാബേജ്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ പാർട്ട് വേറെ, കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 എഗ്ഗ്, കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ സോയ സോസും കുറച്ച് പെപ്പറും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് ചെറിയ പീസുകളാക്കി വെച്ച കുറച്ച് ചിക്കൻ പീസുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്. ഞാൻ ഒരാൾക്കുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര കുറച്ചിട്ടത്. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പെപ്പറുണ്ട്, ചില്ലി സോസ് ഉണ്ട്, കുറച്ച് ബ്ലാക്ക് പെപ്പർ ആൻഡ് ഒരു സോയാ സോസും കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് വേണ്ട നമ്മൾ ബസുമതി റൈസ് ഒരു 80% 90% ഫുള്ള് വേവിക്കുക. അതിൽ 80% വേവിച്ച് വെക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്നലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്. അങ്ങനെ വെക്കുന്നത് നന്നാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് നമ്മുടെ എഗ്ഗൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, എണ്ണ ചൂടായിട്ട് നമുക്ക് 2 എഗ്ഗൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒരു ഇച്ചിരി ഉപ്പിടാം, കുറച്ച് പെപ്പറും ഇട്ടിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഓക്കെ, സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, വീണ്ടും അതേ പാനിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി കുറച്ച് ഗാർലിക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ബീൻസാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല. ബീൻസ് ചേർക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ബീൻസ് തീർച്ചയായിട്ടും ചേർക്കുക. ഞാനിപ്പോൾ വാങ്ങാൻ വിട്ട് പോയതാണ്. ഓക്കെ, ഇനി കുറച്ച് ബെൽ പെപ്പർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടിന് ആഡ് ചെയ്യാം. കുറച്ച് ക്യൂബായിട്ട് വെച്ച ഓനിയൻ ആഡ് ചെയ്യാം. അതുപോലെ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗും അതുപോലെ തന്നെ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. കൂടുതൽ ഉപ്പ് ആവാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാണ്. വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചോറ് നിങ്ങൾ കുറച്ച് മുൻപ് വേവിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ 80% വെന്താൻ മതിയാവും. നല്ല വെന്ത് പോയത് ബസ്മതി റൈസ്. അപ്പോൾ ഇങ്ങനെ ഇതായി കിട്ടില്ല എനിക്ക്.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. നമുക്കിനി സെർവ് ചെയ്യാം. നമ്മൾ ബാക്കി വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. അതിൻ്റെ കൂടെ ചില്ലി ചിക്കൻ ഗ്രേവിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നേരത്തെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സൂപ്പറാണ്. ഓക്കെ, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.